महर्षो मलेन च यथोल्बेनावृतो गर्भः तथा तेनेदमावृतम् आवृतं ज्ञानमेतेन ज्ञानिनो नित्यवैरिणा कामरूपेण कौन्तेय ദുഷ്പൂരേണാനലേന ച. നമസ്കാരം. ഗീതാമൃതത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഗീത നൽകുന്ന അമൃതപാനം ചെയ്തുകൊണ്ടുള്ള നമ്മുടെ യാത്ര എത്രയോ സന്തോഷകരമാണ്. ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനമുണ്ടെങ്കിൽ ജീവിതം എപ്പോഴും സുഖപ്രദമാണെന്ന് പറയാറുണ്ട്. ജ്ഞാനം യഥാർത്ഥത്തിൽ അമൃത തന്നെയാണ്. ജ്ഞാനമാകുന്ന വെണ്ണ എന്ന് പറയുന്നു. ഇത്രയും ശക്തി നൽകുന്ന മറ്റൊന്നും മനുഷ്യ ജീവിതത്തിലില്ല. ഇന്ന് ലോകം മുഴുവൻ സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുമ്പോഴും ജ്ഞാനം മനുഷ്യ മനസ്സുകളിൽ എത്രത്തോളമുണ്ട്? ജ്ഞാനം എന്താണെന്ന് നമ്മൾ കണ്ടു. ജീവിതത്തിൽ സുഖം തരുന്നത്, വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് എന്തോ അതുതന്നെയാണ് ജ്ഞാനം. ഗീത നൽകുന്നതും അതുതന്നെയാണ്. ഗീതാമൃതം പാനം ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ പുതിയ പുതിയ മനോഭാവങ്ങളുടെ രൂപപ്പെടൽ നടക്കുകയാണ്. ഇത് ജീവിതത്തിൻ്റെ, ശ്രേഷ്ഠ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി മാറും. ഇന്നും നമുക്ക് ഗീതയിൽ പ്രധാനപ്പെട്ട പല ശ്ലോകങ്ങളിലെയും ആന്തരിക അർത്ഥങ്ങളെ ചികഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇന്നത്തെ ചർച്ച നമുക്ക് ആരംഭിക്കാം. എന്നത്തെയും പോലെ ഇന്നും ചർച്ചയെ നയിക്കാൻ നമ്മോടൊപ്പമുണ്ട് ആദരണീയ രാജയോഗിനി ബ്രഹ്മകുമാരി പങ്കജ് ബെൻ. ബെഞ്ച്, ഇന്നത്തെ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഓം ശാന്തി. നമ്മൾ കർമ്മത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു, വളരെയധികം ഉൾക്കാഴ്ചകൾ നേടുകയും ചെയ്തു. പിന്നീടും ഭഗവാൻ തുടർന്ന് ഗീതയിൽ പറയുന്നു, കർമ്മം ചെയ്യുന്നവർ, പാപകർമ്മങ്ങൾ പ്രത്യേകിച്ച് പാപകർമ്മങ്ങൾ ചെയ്യുന്നവർ പ്രേരണ കൊണ്ടെന്ന പോലെ ചെയ്യുകയാണ്. അർജുനന്റെ സംശയമായിട്ടാണ് ഗീതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും സംശയമാണത്. ആരാണ് ഈ പാപകർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? ഇതിന് മറുപടി ഭഗവാൻ തന്നെ അടുത്ത മന്ത്രങ്ങളിൽ കൂടെ പറയുന്നുണ്ട്. പാപകർമ്മം ചെയ്യാൻ പല കാരണങ്ങളുണ്ട്. മുഖ്യമായിട്ടുള്ള കാരണം ഒന്ന്, ആന്തരിക ശക്തിയുടെ അഭാവം. ദുർബലമായിട്ടുള്ള വ്യക്തി തെറ്റ് ചെയ്യും. അതുകൊണ്ട് പാപകർമ്മങ്ങൾ ഇല്ലാണ്ടാവണമെങ്കിൽ ആ മനസ്സിന് ശക്തി ആർജിക്കണം. ഒരിക്കൽ വിദ്വാൻമാരുടെ ഒരു സഭയിൽ മഹാനായിട്ടുള്ളൊരു വ്യക്തി പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രഭാഷണത്തിനിടയിൽ അദ്ദേഹം ചോദിച്ചു, ഇപ്പോൾ ദൈവം തമ്പുരാൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു മന്ത്രക്കോൽ തരാണ്. ഇതുകൊണ്ട് നിങ്ങൾ എന്തിനെ സ്പർശിച്ചാലും അതൊക്കെ മാറും. നിങ്ങൾ എങ്ങനെ മാറണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ മാറും. അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാവരും ആദ്യം ആ മന്ത്രക്കോലുകൊണ്ട് എന്തിനെ സ്പർശിക്കുക എന്ന് ചോദിച്ചു. അവരെല്ലാവരും വിദ്വാൻമാരാണ്, പണ്ഡിതന്മാരാണ്, ബുദ്ധിശാലികളാണ്. എല്ലാവരും ഏകകണ്ഠേന മറുപടി പറഞ്ഞു, ഞങ്ങളെല്ലാവരും ആദ്യം ആ മന്ത്രക്കോലുകൊണ്ട് മനുഷ്യൻ്റെ മനസ്സിനെ സ്പർശിച്ചിട്ട് ഇത് ശുഭമായി ഭവിക്കട്ടെ, ഇത് ഈശ്വരനിലേക്ക് ഏകാഗ്രമാകുന്നതായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ മനസ്സിനെ സ്പർശിക്കും എന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ മനസ്സിന് ശക്തി കിട്ടിയാൽ മതി. ഒരു പുളിമാങ്ങയുടെ വിത്ത്, ചെറിയ മാങ്ങയാണ്, നിറവും മണമൊന്നുമില്ല, ചെറുതാണ്, നാരുമാങ്ങയാണ്. അതിൻ്റെ വിത്തിട്ടിട്ട് നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും എത്ര വളമിട്ട് കൊടുത്താലും നാളെ അത് വലിയ മരമായിട്ട് വളർന്നിട്ട് പൂവുണ്ടായി ഉണ്ണിമാങ്ങയായി വലുതാകുമ്പോൾ അത്രയും വലുതാവുള്ളത്. അതേപോലെ പുളിമാങ്ങയായിരിക്കും, നാരുമാങ്ങയായിരിക്കും, നിറവും രുചിയും മണമൊന്നും ഉണ്ടാവില്ല. അതേസമയത്ത് നല്ല മാംസളമായിട്ടുള്ള നല്ലൊരു മാമ്പഴത്തിൻ്റെ വിത്താണ് ഇട്ടെന്നിരിക്കട്ടെ, നല്ല നിറവും രുചിയും മണവും ഒക്കെ ഉള്ള നല്ല മുഴുത്ത മാമ്പഴത്തിൻ്റെ ഇതേ വെള്ളവും ഇതേ വളവും കൊടുത്താൽ അത് നാളെ വലിയ മരമായിട്ട് വളർന്നിട്ട് മാങ്ങ വലുതായി 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 വലിയ മാമ്പഴമാകും. അതുപോലെ തന്നെയുള്ള പഴം തരും. അവിടെ പറയാം വിത്ത് ഗുണം 10 ഗുണം എന്ന് പറയാം. മനസ്സ് വിത്താണ്. അതുകൊണ്ട് മനസ്സിനെ ആദ്യം ശുഭമാക്കണം, ശ്രേഷ്ഠമാക്കണം. അപ്പോൾ കർമ്മമാകുന്ന ഫലം ഓട്ടോമാറ്റിക്കായിട്ട് നല്ലതായിട്ട് ഭവിക്കും. ബെഞ്ചി, എൻ്റെ ഇടയിൽ എനിക്ക് വേറൊരു സംശയം. കാരണം നമ്മുടെ മനസ്സിനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ, നമ്മൾ നേരത്തെ പറഞ്ഞു മനസ്സുണ്ടാക്കുന്ന സ്വാധീനം അല്ലേ, പ്രകൃതിയിൽ പോലും ഈ മനസ്സ് തന്നെയാണ് പ്രഭാവം ചെലുത്തുന്നതെന്ന് റിസർച്ചും ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയോ കണക്കുകൾ പറയുന്നത് 85% മനുഷ്യർ 85% സമയവും ഈ നിഷേധാത്മകമായ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അപ്പോൾ മനസ്സിനെ തൊടണം എന്ന് പറയുന്നു. പക്ഷെ ഇത് മനസ്സിനെ തൊടാൻ ഇത് വേറൊരാൾക്ക് സാധ്യമാവുന്നില്ല അല്ലേ? ഇത് പ്രധാനമായിട്ടും നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനൊരു മന്ത്രം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ
കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി തന്നെ. പക്ഷെ ഇവിടെ നമ്മൾ ഓരോരുത്തരും ഈ ഒരു ഉത്തരവാദിത്വം എടുക്കേണ്ടിയിരിക്കുന്നു. വേറെ ആർക്കും എന്നെ നന്നാക്കാൻ പറ്റില്ല. എൻ്റെ മനസ്സിനെ നേരെ പുറമേ നമ്മൾ കുട്ടിക്കാലം മുതൽക്ക് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമ്മളോട് പറയും, ഇങ്ങനെ പറയരുത്, ഇങ്ങനെ ചെയ്യരുത്, ആരും നമ്മളോട് ഇങ്ങനെ ചിന്തിക്കരുതെന്ന് പറഞ്ഞിട്ടേ ഇല്ല. അതുപോലെ പുറമേ ഉള്ളത് ആൾക്കാർ നോട്ട് ചെയ്തിട്ട് പറഞ്ഞു തരാനും പറ്റും. പക്ഷേ കാണുന്നുള്ള പേടി നമുക്കും ഉണ്ട്. അതുകൊണ്ട് നമ്മളും പുറമേയുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കാറുണ്ട്. മനസ്സല്ലേ, അത് ആരും അറിയാൻ പോകണില്ലല്ലോ. നമ്മളും ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല, ആരും നമ്മളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുമില്ല. ആ ശ്രദ്ധ നഷ്ടപ്പെടുമ്പോഴാണെന്ന് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്ത പോലെ കപടമായ ആചാരങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. മനസ്സിന് നെഗറ്റീവ് ചിന്തിക്കാൻ അറിയില്ല, നെഗറ്റീവായിട്ടുള്ള ഭാഷ മനസ്സിലാവില്ല. അബ്ദുൽ കലാംജി തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് 8 വയസ്സ് പ്രായമുള്ളപ്പം രാമേശ്വരത്താണല്ലോ കുട്ടിക്കാലം. അപ്പോൾ അവിടെ ഒരു വലിയ മരത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ ശിഖരത്തിലായിരുന്നു അബ്ദുൽ കലാംജി. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ചേച്ചിയുടെ മോള് തമ്പി എന്ന പേര്, തമ്പി അബ്ദുൽ കലാംജി ഇരിക്കുന്നതിൻ്റെ 10 അടി താഴെയുള്ള ശിഖരത്തിലായിരുന്നു. രാമേശ്വരം ആയതുകൊണ്ട് പെട്ടെന്ന് അവിടെ എപ്പോഴും കാറ്റ് വരാറുണ്ട്. അങ്ങനെ ഒരു കാറ്റ്, നല്ല ശക്തമായിട്ടൊരു കാറ്റ് വന്നു. അപ്പോൾ താഴെ അബ്ദുൽ കലാംജിയുടെ അച്ഛനുണ്ടായിരുന്നു. അന്ന് അബ്ദുൽ കലാംജിയെ ബാർട്ട് എന്ന് വിളിക്കാം. ബാർട്ട്, കാറ്റ് ശക്തമാണ്, മുറുകെ പിടിച്ചു എന്ന് പറഞ്ഞു. അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്ന അമ്മായി ഓടി വന്നിട്ട് പറഞ്ഞു, മോളെ എങ്ങനെ വീണു പോകല്ലേ കേട്ടോ എന്ന് പറഞ്ഞു. അടുത്ത സെക്കൻഡിൽ വൃക്ഷം ശരിക്കും ആടി വലഞ്ഞു. അടുത്ത സെക്കൻഡിൽ വലിയ ശബ്ദത്തോടെ അലറി വിളിച്ചുകൊണ്ട് ചേച്ചി താഴെ വീഴുന്നത് ഞാൻ കണ്ടു എന്ന് അദ്ദേഹം പറയാണ്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനുമായിട്ട് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അബ്ദുൽ കലാംജിയുടെ അച്ഛന് അബ്ദുൽ കലാംജിയോട് ചോദിച്ചു, ബാർട്ട്, അന്ന് കാറ്റ് ശക്തമായിട്ട് വീശിയപ്പം ചേച്ചി വീണു, നീ എന്തുകൊണ്ടാ വീണില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അബ്ദുൽ കലാംജി പറഞ്ഞു, അറിഞ്ഞൂടാ. പറഞ്ഞു, കാറ്റ് വീശിയപ്പം അപ്പച്ചി എന്താ പറഞ്ഞു കൊടുത്ത് ചേച്ചിയോട്, മോളെ എങ്ങാനും താഴെ വീണു പോകല്ലേ കേട്ടോ എന്ന്. നമ്മുടെ മനസ്സ് എപ്പോഴും ചിത്രമായിട്ടാണ് ആശയങ്ങളെ സ്വീകരിക്കുന്നത്. വീണു പോകല്ലേ കേട്ടോ എന്ന ചിത്രം എന്ന ആശയം എടുക്കാനായിട്ട് മനസ്സിന് 3 ചിത്രങ്ങൾ ഉണ്ടാക്കണം. ഒന്ന് വീണു പോകുന്ന ചിത്രം, അടുത്ത് വീഴാതെ അവിടെ തന്നെ നിൽക്കുന്ന ചിത്രം, അടുത്തത് വീഴാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, മുറുകെ പിടിക്കണം എന്ന ചിത്രം. ചേച്ചി 10 വയസ്സേ ഉള്ള കൊച്ചാണ്, അതുകൊണ്ട് ചേച്ചിക്ക് അത്ര പെട്ടെന്ന് ഈ 3 ചിത്രങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയില്ല. ഞാൻ നിനക്ക് തന്ന നിർദ്ദേശം എന്തായിരുന്നു, കാറ്റ് ശക്തമാണ്, മുറുകെ പിടിച്ചോ. അപ്പോൾ മനസ്സിന് പോസിറ്റീവായിട്ടുള്ള ചിത്രം ഉണ്ടാക്കാനായിട്ട് ഒരൊറ്റ ചിത്രം മതി. അത് കാരണം നീ വീണുപോയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിന് എപ്പോഴും ശുഭമായിട്ടുള്ള വിചാരങ്ങൾ, ഈശ്വരനുണ്ട് എന്നുള്ള ചിന്ത ആ ശുഭത്തിന് കുറച്ച് ശക്തിയും കൂടെ കൂട്ടും. അതുകൊണ്ട് ശക്തിശാലി ചിന്തകളും ശുഭചിന്തകളും നമ്മുടെ മനസ്സിന് കൊടുത്താൽ നമുക്ക് പാപകർമ്മങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇത് ശരിക്കും ബെഞ്ച് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ പലപ്പോഴും എനിക്കത് വേണ്ട, എനിക്ക് ഈ സാഹചര്യം വേണ്ട, എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ വേണ്ട. പക്ഷേ ഈ ഇമേജ് ക്രിയേഷൻ നടക്കുന്നതുകൊണ്ട് എങ്ങനെയുള്ളത് വേണം ഇതാർക്കും അറിയില്ല, എങ്ങനെയുള്ള ആൾക്കാരാണ് വേണ്ടത്. ഈ ആദ്യത്തെ ഈ ചിന്ത തന്നെ നമ്മൾ പോസിറ്റീവ് ഇമേജ് ആക്കി മാറ്റണം എന്ന് തോന്നുന്നു. ദേഷ്യപ്പെടരുതെന്നുള്ള വ്യക്തി ഞാൻ ദേഷ്യപ്പെടില്ല എന്ന് എഴുതിയിട്ട് പ്രശ്നമായതിന്റെ കഥ പറയാറുണ്ട്. അപ്പൊ അവിടെ നമ്മൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? അപ്പൊ പോസിറ്റീവായിട്ട് എടുക്കാമല്ലോ. ഇനിമേ ഞാൻ സ്നേഹത്തോടെ സംസാരിക്കും. ആദ്യത്തെ ഒരു 10 പ്രാവശ്യം നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ 15ാമത്തെ പ്രാവശ്യം അത് ആക്ഷൻ ആവും. നമ്മുടെ ചിന്തകൾക്ക് അത്ര ശക്തിയുണ്ട്. അതെ, ഒഴിവാക്കണം. ദേഷ്യപ്പെടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം, ദേഷ്യത്തിന് മുക്തമാകാൻ പറ്റില്ല. എന്ത് ചിന്തിക്കുന്നു അത് വിശ്വരൂപം എടുക്കാൻ തുടങ്ങും. ആ ഭാഷ മനസ്സിന് മനസ്സിലാവില്ല. നമ്മുടെ ടൈം വേസ്റ്റ്, എനർജി വേസ്റ്റ്. പിന്നെ നമ്മൾ തെറ്റാനുള്ള വേറൊരു മുഖ്യ കാരണം നമുക്കത് ശീലമായിപ്പോയി. കുറേ കാലമായിട്ട് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞില്ലേ, ചൊട്ടയിലെ ശീലം ചുടല വരെ. എല്ലാവരെയും കണ്ട് നമ്മൾ അതാ പഠിച്ച് കുട്ടിക്കാലം മുഴുവൻ. ഇത് കലികാലമാണ്. അധികവും നെഗറ്റീവായിട്ടുള്ള കുറ്റങ്ങളൊക്കെ എല്ലാവരും നടക്കുന്നുണ്ട്. പേപ്പർ കൂടെ അതാ വായിക്കുന്നത്. ഇന്ന് സാഹചര്യം അതിനെ തകർന്ന പോലെയാണ്. സിനിമയിൽ കൂടിയും സാഹിത്യം എല്ലാം, ഇന്ന് മുഴുവൻ ലോകവും സാഹിത്യത്തിൽ കൂടിയും കലയിൽ കൂടിയും ഒക്കെ ഈ പാപത്തിലേക്കാണ് ശ്രദ്ധ ഫോക്കസ് ചെയ്യുന്നത്. സിന്നിന്റെ അമ്മയാണ് സിനിമ എന്ന് പറയാറുണ്ട് ആൾക്കാർ തമാശയായിട്ട്. എന്ന് വെച്ചാൽ അധിക പാപകർമ്മ ആൾക്കാർ സിനിമ കണ്ടിട്ട് ഇതുപോലുള്ള സാഹിത്യത്തിൽ നിന്നൊക്കെയാണ് പഠിക്കുന്നത്. ബെഞ്ചി നേരത്തെ പറഞ്ഞ പോലെ ഇമേജ് അല്ലേ, ഇമേജ് വളരെ ശക്തമാണ്. അപ്പൊ ഈ സിനിമയൊക്കെ കൂടുതൽ ഇമേജ് മനസ്സിൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഭാഷയാണല്ലോ ഇമേജിന്റെ ഭാഷ. നമ്മളിപ്പോ ഇലക്ട്രോണിക് മീഡിയ ആശ്രയിക്കുന്നത് ഇപ്പൊ TV പ്രോഗ്രാമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളിവിടെ കുറച്ചൊരു വിവേചനം ഉപയോഗിക്കണം അല്ലെ, എന്ത് കാണണം എന്ത് കാണാൻ പാടില്ല. പക്ഷെ ആ വിവേചനം ഇന്ന് സമൂഹത്തിൽ നിന്ന് ഒരുപാട് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. സെലക്ട് ചെയ്യണം നമ്മൾ. പിന്നെ മനസ്സ് ദുർബലമാകുമ്പം ചീപ്പായിട്ടുള്ളതേ ഇഷ്ടപ്പെടുള്ളൂ. കുറച്ച് നല്ലതൊക്കെ കേൾക്കണമെങ്കിൽ കുറച്ച് ശക്തി വേണം, അത് ദഹിക്കില്ല. അസുഖമായിട്ട് കിടക്കുന്ന ഒരാൾക്ക് നല്ല പോഷകാംശമുള്ള ആഹാരം കൊടുത്താൽ ദഹിക്കില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ അവർ ദഹിക്കുന്നുമില്ല ഇതൊക്കെ. പക്ഷെ നമ്മൾ കരുതിക്കൂട്ടി തന്നെ ഇതിൽ നിന്നൊക്കെ നമ്മളെ നിർബന്ധമായിട്ട് ഒഴിവാക്കിയില്ലെങ്കിൽ നമ്മളിന്ന് പാപകർമ്മം ഉണ്ടായിക്കൊണ്ടിരിക്കും.
എനിക്ക് തോന്നുന്നു ഇത് ഓരോ വ്യക്തിയും ലക്ഷ്യം വെക്കണം അല്ലേ? കാരണം എനിക്കിതാണ് എത്താനുള്ളത്, മനസ്സിനെ ശുദ്ധമാക്കണം. അങ്ങനെയാണെങ്കിൽ ഇത്തരം ചിത്രങ്ങളിൽ നിന്ന്, അശുദ്ധമാക്കുന്ന ചിത്രങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നൊക്കെ മാറി നിൽക്കണം. രജനി, കുറച്ച് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെയധികം സെൻസിറ്റീവായ ഒരു വിഷയം ഭഗവാൻ ഗീതയിൽ പറഞ്ഞു വെക്കുകയാണ്. ഹാബിറ്റ് എന്ന വാക്ക് എഴുതിയിട്ട് ഹെച്ച് മാച്ച് കളഞ്ഞ അവിടെ എന്തുണ്ടാവും? എ ബിറ്റ്. നമ്മളൊരു ഹാബിറ്റ് ഉണ്ടാക്കിയിട്ട് കഷ്ടപ്പെട്ട് പാടുപെട്ട് ഒത്തിരി ശ്രദ്ധിച്ച് അറ്റൻഷൻ വെച്ച് നമ്മളെ ഒന്ന് നിയന്ത്രിച്ചൊക്കെ ഹെച്ച് മാച്ചാൽ പോലും എ ബിറ്റ് അവിടെ കിടക്കും എന്നാണ് പറയുന്നത്. ഇനി എ മാച്ചാലും അവിടെ എന്തുണ്ടാവും? ബിറ്റ് അവിടെ കിടക്കും. ഇനി നമ്മൾ എത്ര പാടുപെട്ടിട്ട് എ മാച്ചാൽ പോലും ബിറ്റ് കിടക്കും. ഇനി ബി മാച്ചാലും ഇറ്റ് കിടക്കും അല്ലേ? ചില ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് അസുഖം മാറി, ഓപ്പറേഷൻ്റെ ആ മുറിവ് മാറി, പക്ഷെ ആ ഓപ്പറേഷൻ ചെയ്ത ആ വടു അല്ലെങ്കിൽ അടയാളം അതവിടെ കിടക്കുക, സ്കാർ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഇയാൾക്ക് പണ്ടിങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതിന് വല്ല അടയാളവും ഉള്ളിൽ അവശേഷിക്കും. അതുകൊണ്ട് പറയുന്നത് എന്താ വെച്ചാൽ വേണ്ടാത്ത ഹാബിറ്റ്സ് ഉണ്ടാക്കരുത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാറില്ല, പട്ടിയുടെ വാലിൽ ഒരു കുഴലിട്ടിട്ട് 10,000 വർഷം കഴിഞ്ഞ് എടുത്താലും വളഞ്ഞിരിക്കുള്ളൂ. അതുകൊണ്ട് ഹാബിറ്റ് ഉണ്ടാക്കിയാൽ അന്ന് മുക്തമാകാൻ ഭയങ്കര പാടാണ്. പറയാറുണ്ട്, മുറുക്കാൻ പഠിച്ചാൽ ഇരക്കാൻ പഠിക്കും എന്ന് പറയും. ഒരു ശീലത്തിന് അടിമയായി കഴിഞ്ഞാൽ പിന്നെ ഇരക്ക എത്ര താണ സ്റ്റേജിലേക്ക് ഇറങ്ങാനും. മുറുക്കിന്റെ കാര്യം മാത്രല്ല, ഇന്ന് നോക്കൂ, ഇപ്പൊ ഡ്രഗ്സിന്റെ കാര്യമൊക്കെ ഇതുപോലെ തന്നെയാണ് വരുന്നത് അല്ലേ? അത് ഈ ചെറിയ മുറുക്കിൽ നിന്ന് തന്നെയാണ് ഈ ഗുഡ്കയും ഇതിൽ നിന്നൊക്കെ തുടങ്ങിയിട്ട് അവസാനം ഇരക്കുന്ന അവസ്ഥയിലേക്ക് തന്നെ, യാചിക്കുന്ന അവസ്ഥയിലേക്ക് തന്നെ വരുന്നുണ്ട്. അപ്പൊ അത്ര താണ അവസ്ഥയിലേക്കും ഈ ശീലം നമ്മളെ കൊണ്ടെത്തിക്കും. എന്നാലും നമുക്കതിനെ വിടാൻ സാധിക്കില്ല. എൻ്റെ അവസ്ഥ ഇത്ര ദയനീയമായി മനസ്സിലാക്കിയാൽ പോലും അതൊന്ന് കരകയറാൻ സാധിക്കാതെ വരും. അത്രത്തോളം അഡിക്റ്റ് ആയി പോകും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ചൊട്ടയിലെ ശീലം ചുടലെ വരെ, ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്നൊക്കെ. അതുകൊണ്ട് നമ്മൾ വേണ്ടാത്ത ഹാബിറ്റ് ഉണ്ടാക്കരുത്. ഇനി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റാൻ പറ്റും തീർച്ചയായിട്ടും. നമ്മൾ പണ്ട് നമ്മുടെ ഉള്ളിൽ നല്ല ഹാബിറ്റ്സ് കൊണ്ടുവരുമ്പം ഈ ചീത്ത ഹാബിറ്റ്സിനെ മാറ്റാൻ പറ്റും. അല്ലാണ്ട് അസാധ്യമൊന്നുമല്ല, മാറ്റാൻ പറ്റുന്ന ലേശം പ്രയാസമാണ് എന്നുണ്ടെങ്കിലും അഭ്യസിച്ച അസാധ്യമായിട്ടൊന്നുമില്ല. ഈ ഹാബിറ്റ് ഉണ്ടാക്കാൻ നമുക്കറിയായിരുന്നു, അപ്പോൾ പിന്നെ നല്ല ഹാബിറ്റ് ഉണ്ടാക്കാൻ അറിയണം. അപ്പോൾ ആ നല്ലത് ഹാബിറ്റ് ആകുമ്പം ഇത് താനേ ഇല്ലാണ്ടാവും. ഇപ്പോൾ ദേഷ്യം ഹാബിറ്റ് ആയിപ്പോൾ എൻ്റെ സ്വഭാവം ദേഷ്യം എന്ന് പറയും. സത്യത്തിൽ സ്വഭാവം ദേഷ്യമല്ല. നമ്മൾ ഈശ്വരൻ്റെ കുട്ടികളാണ്. അതുകൊണ്ട് ഈശ്വരൻ്റെ ഭാവം എൻ്റെ ഭാവം, എൻ്റെ സ്വഭാവം എന്ന് പറയുന്നതിന് തെറ്റാണ്. ഇത് പരഭാവം. എനിക്ക് ദേഷ്യം വരും എന്നല്ലേ പറയാം. വരും വെച്ചാൽ പുറത്തുനിന്ന് എവിടുന്ന് വരികയാണ്, എന്തോ കണ്ടപ്പോൾ എന്തോ കേട്ടപ്പം എന്തോ സംഭവിച്ചപ്പോൾ വന്ന് പുറത്തുനിന്ന് കയറി വരുന്നത്. അപ്പോൾ സ്വഭാവം നന്മകളാണ്, അകത്തുള്ള നന്മ, പുറത്തുനിന്ന് വരുന്ന ഇതൊക്കെ. പിന്നെ ഈശ്വരൻ്റെ ഭാവമാണ് നമ്മുടെ ഭാവം. അതുകൊണ്ട് പിന്നെ ഇതെൻ്റെ സ്വഭാവ എന്ന് നമ്മൾ തെറ്റായിട്ട് പറയുകയാണ്, സ്വഭാവത്തെ തെറ്റായിട്ട് ഉപയോഗിക്കുകയാണ്. ഇനി അങ്ങനെ ഈ സ്വഭാവം എന്ന് പറയുന്നതും ആത്മാവിന്റെ ഭാവം എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. ആത്മാവാണല്ലോ, നമ്മൾ പറഞ്ഞ പോലെ ആത്മാവിന്റെ 7 ഗുണങ്ങളാണ് അതിന്റെ ഭാവം. അതുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് സ്വഭാവത്തെയും. അതുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ ദേഷ്യം പോകണം, അല്ലെങ്കിൽ ദേഷ്യം മാറുന്നില്ല, എന്ത് ചെയ്യാൻ, എൻ്റെ സ്വഭാവം ദേഷ്യം എന്നൊക്കെ പറയുമ്പം അത് കൂടുതൽ ശക്തമാവാണ്. എത്രത്തോളം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നോ അത് ശക്തമായിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ അമ്പലത്തിൽ പോലും നമ്മൾ പറയേണ്ട, പ്രഭോ ഞാൻ നീചനാണ്, പാപിയാണ്, അങ്ങയുടെ പാദധൂളി ആകാനുള്ള യോഗ്യത പോലും എനിക്കില്ല എന്നൊക്കെ കീർത്തനങ്ങളൊക്കെ വരാറുണ്ട്. നമ്മുടെ വിനയം കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെയുള്ളൊരു പ്രയോഗം. പക്ഷേ നമുക്ക് നല്ല സ്വാഭിമാനം വേണം. അഹങ്കാരമുള്ള വ്യക്തിക്ക് ഉയരാൻ പറ്റില്ല, അപകർഷതാബോധമുള്ള വ്യക്തിക്ക് ഉയരാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ വില മനസ്സിലാവണം. അതുകൊണ്ട് ഞാൻ ഈശ്വരൻ്റെ കുട്ടിയാണ്, അതുകൊണ്ട് ഈശ്വരൻ്റെ നന്മകൾ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് ചിന്തിക്കണം. അപ്പോഴേ നമ്മുടെ ഉള്ളിലത്തെ ആ നന്മകൾ. അപ്പോൾ ഞാൻ പാപിയാണ്, മോശമാണ്, ചീത്തയാണ് എന്ന് ചിന്തിക്കുമ്പോഴും പാപം ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്ന വ്യക്തിക്ക് പോലും അറിയാതെ അങ്ങ് ചെയ്തു പോകും. ആത്മദുർബലമാകാൻ ചിന്തിക്കും തോറും. അതുകൊണ്ട് ആഗ്രഹമില്ലെങ്കിലും അത് ചെയ്തു പോകും. എനിക്ക് ബോംബെ പോകണം, ഞാൻ കാർ ഓടിച്ച് സ്റ്റേഷനിലെത്തി, പെട്ടിയും പ്രമാണവും എല്ലാം എൻ്റെ കയ്യിലുണ്ട്, ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ വണ്ടി വിട്ടിട്ട് ഒരു 2 മിനിറ്റിന് ശേഷം സ്റ്റേഷനിലെത്തിന്നിരിക്കട്ടെ, വല്ല പ്രയോജനമുണ്ടോ? അതുപോലെ തെറ്റ് ചെയ്തിട്ട് 2 മിനിറ്റിന് ശേഷം ചിന്തിച്ചാലും നമുക്ക് തിരുത്താൻ സാധിക്കില്ല. തെറ്റ് തന്നെ, അതിൻ്റെ നഷ്ടം നമ്മൾ അനുഭവിക്കേണ്ടി വരും, പിന്നെ ഇരുന്ന് പശ്ചാത്തപിക്കേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഒന്ന് ചിന്തിച്ചതിന് ശേഷം പ്രവർത്തിക്കാം. നമ്മുടെ ചിന്തകളൊക്കെ വളരെ നല്ലതാണ്. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇതാകണം, അതാകണം. ഈ സോഡാ ബോട്ടിൽ പൊട്ടിച്ച ഉടനെ അങ്ങ് പതഞ്ഞ് പൊങ്ങി വരുമല്ലോ, അതുപോലെ നല്ല നല്ല ചിന്തകളാണ്. പക്ഷെ വാക്കിൽ വരുമ്പോഴേക്കും നോക്കട്ടെ, ശ്രമിക്കാം, ശരിയാണ്, ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്, ആലോചിക്കട്ടെ, പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, ഒക്കുന്നത്ര ചെയ്യാം. ഈ ഭാഷയും നമ്മുടെ ആന്തരിക ശക്തികളെ അങ്ങ് തണുപ്പിക്കും. സോഡാ ബോട്ടിൽ ഇങ്ങനെ പൊങ്ങി വന്ന പോലെ നമുക്ക് ചെയ്യാനുള്ള ഉത്സാഹോന്മേഷം ഉണ്ട്, നമുക്ക് പറ്റും ചെയ്യും. പക്ഷെ നമ്മുടെ ഭാഷ എങ്ങനെയായി കഴിയുമ്പോൾ എന്താവും, അതങ്ങ് തണുക്കും. അവിടെ ചിന്ത പോലെ തന്നെ വാക്ക് പോലെ തന്നെ പ്രവൃത്തി, 3 സമാനമാക്കുക.
അപ്പം നമ്മളുടെ അടുത്ത് നിന്ന് അറിയാതെ പാപങ്ങൾ വരില്ല. അല്ലെങ്കിൽ പറയാറുണ്ട്, രാത്രിയിൽ കണ്ട കിണറ്റില്ല, രാത്രി ഇരുട്ടത്ത് പോലും കണ്ടു, എന്നിട്ട് പകലതിൽ പോയി ചാടി എന്ന് പറയും. എന്തൊരു വലിയ മണ്ടത്തരം എന്ന് പറഞ്ഞ പോലെ തെറ്റാന്നറിഞ്ഞു, ശരിയാണ്, ഇങ്ങനെയാ വേണ്ടത് ബെഹൻജി, പക്ഷേ ഈ പക്ഷേ എന്നുള്ള വാക്ക് നമ്മുടെ ഡിക്ഷണറിയിൽ നിന്ന് എടുത്ത് കളയണമെന്ന് പറയാം. ആ വാക്കേ നമ്മുടെ ഡിക്ഷണറി ഇടാൻ പാടില്ല. എങ്ങനെ മുതല, ആനയാണെങ്കിൽ പോലും മുതല വെള്ളത്തിലാണെങ്കിൽ മുതലയ്ക്ക് ശക്തി കൂടുതലാണ്, ആനയെ വലിച്ചുകൊണ്ട് പോകുന്നു പറയും. എന്ന് പറഞ്ഞ പോലെ ഈ സംസാര സാഗരത്തിൽ നിന്ന്, ഈ തെറ്റുകളുടെ കടലിൽ നിന്ന് കരകയറാൻ നമുക്ക് എത്ര ശക്തിയുണ്ടെങ്കിലും ഈ പക്ഷേ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നവർക്ക് കരകയറാൻ പറ്റില്ല. അതുപോലെ ന്യായീകരിക്കുക, നമ്മുടെ തെറ്റ് ചെയ്തിട്ട് അത് തെറ്റാന്ന് മനസ്സിലായാൽ പോലും, ആരെങ്കിലും മനസ്സിലാക്കി തന്നാൽ പോലും ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അത് ഇന്നത് കൊണ്ട് എന്തെങ്കിലും കാരണം കണ്ടുപിടിക്കും നമ്മൾ ചെയ്തത് ശരിയും തെളിയിക്കാനായിട്ട്. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മളെ തന്നെ വഞ്ചിക്കുന്നത് അല്ലേ? കാരണം അതിന്റെ പിന്നീട് ഒരിക്കലും ആ തെറ്റിൽ നിന്ന് കരകയറാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ചിലപ്പോൾ പോയേക്കാം. ഈ സാഹചര്യങ്ങളും സംഭവങ്ങളും ഈ പരീക്ഷകളും ഇതുപോലെ നമ്മൾ കയ്യും കളവായിട്ട് പിടിപെടുന്ന നോക്കുക നന്നാവാനുള്ള നല്ലൊരു സുവർണ അവസരമാണ്. അവിടെ നമ്മുടെ തെറ്റിനെ എടുത്തു പറഞ്ഞ് ക്ഷമ ചോദിച്ചിട്ട് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനായിട്ടൊരു ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ സത്യം തുറന്നു പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ മനസ്സിലൂടെങ്കിലും നമ്മൾ സത്യസന്ധത കാണിക്കാം. ഇനി പുറത്ത് അഭിനയിച്ചാലും ചിലർ പുറത്ത് സത്യം പറയില്ല, മനസ്സിനോടെങ്കിലും ഒരു വീണ്ടും വിചാരം ചെയ്തിട്ട് അത് തെറ്റാണെന്ന് അംഗീകരിച്ചാലേ ആ വ്യക്തിക്ക് പിന്നീടെങ്കിലും ഭാവിയിൽ നന്നാകാൻ സാധിക്കുള്ളൂ. താരതമ്യപ്പെടുത്തുക, അവരോടൊക്കെ ഭൂമിക്കുമ്പോൾ ഞാൻ ചെയ്തത് എത്രയോ ഭേദം, അല്ല അവർ വലിയ തെറ്റ് ചെയ്തു അത് കാരണം ഞാൻ ചെയ്തത് കുഴപ്പമില്ല എന്നല്ലോ. തെറ്റ് തന്നെയാണല്ലോ. എൻ്റെ കർമ്മത്തിൻ്റെ ഫലം ഞാൻ അനുഭവിക്കാൻ പോണത്. അവർ വലിയ തെറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ തെറ്റിന് ശിക്ഷയില്ല എന്നൊന്നും ആകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ മനസ്സെടുക്കുന്ന 18 അടവിൽ 1008 അടവിൽ ഒരു അടവാണ് ഇതൊക്കെ. എനിക്ക് തോന്നുന്നു ബെഞ്ചി ഇവിടെ ഇപ്പൊ കമ്പയർ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോ ഞാൻ അവരെക്കാളും ഭേദമാണ് എന്ന് പറഞ്ഞ് ഞാൻ സ്വയം സമാധാനിക്കുമ്പോ വേറൊരു വശം കൂടി ഉണ്ടല്ലോ, ഞാൻ അവരുടെ അത്ര ആയിട്ടില്ല അല്ലേ? നല്ല ആൾക്കാർ വേറെ കിടക്കുന്നുണ്ട്. നിങ്ങളെയൊക്കെ പറ്റും ബെഹൻജി, നിങ്ങളെ പോലുള്ളവർക്കൊക്കെ പറ്റും, ഞങ്ങൾക്ക് പറ്റില്ല. അതുമല്ല, കമ്പയർ ചെയ്യണമെങ്കിൽ വേറെ ആൾക്കാരുണ്ട്, ഇത്ര ഉയർന്നവരുണ്ട്, ഞാൻ അവരിലേക്ക് ഇനി എത്ര ദൂരമുണ്ട്. പക്ഷേ സൗകര്യപൂർവ്വം നമ്മള് ഇങ്ങനെ താരതമ്യപ്പെടുത്താറ്. ഇതൊക്കെ മനസ്സിന്റെ അടവുകളാണ്. ഈ അടവുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് തെറ്റാന്ന് അറിഞ്ഞിട്ടും അറിയാണ്ട് നമ്മുടെ അടുത്ത് പല തെറ്റും പറ്റാറുണ്ട്. ശരി, അറിയാണ്ട് നമുക്ക് ഒരു രക്ഷയില്ല. അറിഞ്ഞറിഞ്ഞ് എത്ര തെറ്റ് നമ്മുടെ അടുത്ത് സംഭവിക്കാറുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള പല തെറ്റുകൾ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിഞ്ഞുകൊണ്ടുള്ള തെറ്റുകൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ അറിഞ്ഞത് ഓരോന്ന് രക്ഷപ്പെടുമ്പോൾ അറിയാത്തത് തന്നെ നമുക്ക് ഈശ്വരൻ കാണിച്ചു തരും. ബെഞ്ച് പറഞ്ഞു ഇപ്പോൾ ഏത് തെറ്റ് ഉള്ള അവസ്ഥയിൽ ഗീതയിലും അത് പല ഭാഗത്തും പറയുന്നുണ്ട്, എത്ര തന്നെ നീചനായാലും ഒരല്പം ജ്ഞാനത്തിൽ കൂടെ മോക്ഷമുണ്ട് എന്ന് പിന്നീട് പറയുന്നുണ്ട്. പക്ഷെ ചെറുപ്പത്തിൽ തന്നെ കുറച്ച് എനിക്ക് തോന്നുന്നു അച്ഛനമ്മമാരുടെ ഭാഗത്തു നിന്നും കുറച്ച് അധ്യാപകരുടെ ഭാഗത്തു നിന്നൊക്കെ കുറച്ചൊരു ശ്രദ്ധയുണ്ടെങ്കിൽ ഈ ശരിയായ മനോഭാവം രൂപപ്പെടുത്തി തെറ്റിലേക്ക് പോകുന്നത് അല്ലെ, അതിന്റെ മെക്കാനിസം നമ്മൾ ഒരുപാട് പഠിപ്പിക്കാറില്ല. അതെ 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 അത് പറയാറുണ്ട്. മദർ തെരേസ അവരുടെ കുട്ടിക്കാലത്തെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു, ഒരിക്കൽ അമ്മ 2 കൊട്ടയിൽ കുറേ ആപ്പിൾ വെച്ചു, എന്നിട്ട് ഒരു ചീഞ്ഞ ആപ്പിൾ ഒരു കൊട്ടയിൽ വെച്ചു, എന്നിട്ട് 2ഉം അടച്ചു വെച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം 2ഉം തുറന്നു. മദർ തെരേസ അന്ന് 8 വയസ്സുള്ള കുട്ടിയാണ്. വെക്കുമ്പോഴും മോളെ വിളിച്ചെല്ലാം കാണിച്ചിട്ടാണ് വെച്ചത്. തുറക്കുമ്പോഴും മോളെ വിളിച്ചു, നമുക്ക് പോയി നോക്കാം. ഒരു തുറന്നപ്പം ഒരു കൊട്ടയിലെ ആപ്പിളിൽ നിന്ന് നല്ല മണം വരുന്നുണ്ടായിരുന്നു, നല്ല പഴുത്ത് നല്ല മണം വരുന്നുണ്ടായിരുന്നു. മറ്റേ കൊട്ടയിലെ ആപ്പിൾ ആദ്യം ചീഞ്ഞുകൊണ്ടിരുന്ന ആപ്പിൾ പൂർണ്ണമായിട്ടും ചീഞ്ഞു. മറ്റുള്ള ആപ്പിളിലേക്കും കുറേ ആപ്പിൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, അത് അഴുക്കാവാൻ തുടങ്ങി. അപ്പം അമ്മ പറഞ്ഞു, മോളെ ഇങ്ങനെയാണ്, ചീത്ത കൂട്ടുകെട്ടിൽ കൂടിയാൽ ചീത്തയാവും. നോക്കി, ഇത് അതേപോലത്തെ ആപ്പിൾ തന്നെയായിരുന്നു, പക്ഷേ ഇതിനൊരു കുഴപ്പം പറ്റില്ല, നല്ല മണമുള്ള പഴുത്ത ആപ്പിളായിട്ട് മാറി എന്ന്. ഇതുപോലെ അച്ഛനമ്മമാരും അതുപോലെ അതത് സമയത്ത് കുട്ടികൾക്ക് ശരി എന്താ തെറ്റെന്താ, എങ്ങനെ വേണം എങ്ങനെ വേണ്ട. അതുകൊണ്ട് ആദ്യത്തെ ഗുരു അമ്മയാണെന്ന് പറയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അച്ഛനമ്മമാരും ഗുരുജനങ്ങളും അല്ലെങ്കിലും നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ കുട്ടിക്കാലത്ത് നമ്മൾ പഠിച്ചതാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. പച്ചമരത്തിൽ ആണിയടിക്കുന്നത് എത്ര ഈസിയാണോ അതുപോലെയാണ് കുട്ടിക്കാലത്ത് എന്തെങ്കിലും കിട്ടുന്നത് എന്ന് പറയാറ്. അതുകൊണ്ട് എന്നും പറയാറുണ്ടല്ലോ, കതിരയിലല്ല വളം വെക്കേണ്ടത്, വേരില വളം വെക്കേണ്ടത് എന്ന് പറയാറില്ലേ. എഡ്യൂക്കേഷൻ വെറും 15% ആ വ്യക്തിക്ക് ഗുണം ചെയ്യുള്ളൂ. നമ്മുടെ ജീവിതത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ മൂല്യങ്ങൾ, ഇതാണ് 85% ആ വ്യക്തിയെ ഉന്നതിയിലേക്ക് ഉയർത്തുന്നത് എന്ന കാര്യം അച്ഛനമ്മമാരും മറന്നു പോകാറുണ്ട്. വെറും പഠിത്തത്തിന് മാത്രം 100% സമയവും പൈസയും ഒക്കെ ചിലവാക്കുന്ന അച്ഛനമ്മമാർ അത് വെറും 15% മാത്രമേ ഗുണം ചെയ്യുള്ളൂ. ബാക്കി കുട്ടികളുടെ സംസ്കാരം ആണ് കുട്ടികൾക്ക് എന്നും ഗുണം ചെയ്യാൻ പോണത് എന്ന് സത്യം മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു തലമുറയെ അല്ലെങ്കിൽ ഒരു നല്ല ഭാവി ലോകത്തെ തീർച്ചയായിട്ടും വാർത്തെടുക്കാൻ പറ്റും. ഇന്ന് നോക്കൂ, ഇപ്പോൾ സ്കൂൾ കോളേജിന്റെ കാര്യം പറഞ്ഞപ്പോൾ ജ്ഞാനം അല്ലെങ്കിൽ അറിവ് പഠിക്കാൻ വേണ്ടി പോകുന്നു. പക്ഷെ ഈ യഥാർത്ഥമായ അറിവ്
ഭൗതിക വിദ്യാഭ്യാസവും, അതായത് ശരീര നിർവഹണത്തിന് വേണ്ടിയിട്ട് ധനമുണ്ടാക്കാനുള്ള വിദ്യാഭ്യാസവും ആത്മാവിനെ ഉയർത്താനുള്ള വിദ്യാഭ്യാസവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത്രയും ഒരു അധപ്പതനം ഇന്ന് കാണുന്ന, ഇന്നിപ്പോൾ നമ്മുടെ പേപ്പറുകളിലും ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും പോയില്ലായിരുന്നു. പക്ഷെ ഇനിയും എനിക്ക് തോന്നുന്നു ബെഞ്ച് സമയം അത്ര വൈകിട്ടില്ല, ടൂ ലേറ്റ് അല്ല. അപ്പോൾ ഇനിയും ഒരു അവയർനെസ് അത് അച്ഛനമ്മമാരുടെ ഉള്ളിലും ഇനി ഒരു ഭാവിയെ കണ്ടുകൊണ്ട് മുന്നേറാനുള്ള, അത് ഗീതാമൃതത്തിന്റെ നമ്മുടെ ഈ ചർച്ചയിൽ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് വന്നെങ്കിൽ അത് എത്ര സമൂഹത്തിന് തന്നെ ഗുണകരമായിട്ട് മാറും. പിന്നെ പേപ്പറിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഈ പഞ്ചവികാരങ്ങളുടെ തള്ളിച്ച ഇന്ന് പേപ്പർ എടുത്ത് നോക്കുന്ന, ന്യൂസിലേക്ക് നോക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകാവുന്നേ ഉള്ളൂ. ഗീത അതിനെ നിശിതമായിട്ട് വിമർശിക്കുന്നുണ്ട്. ഭഗവാൻ വളരെ ശക്തമായിട്ട് പറയാണ് കാമവികാരത്തെ ജയിക്കണം. ഇത് വലിയൊരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു വിഷയമാണെന്ന് തോന്നുന്നു. കാരണം അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ധാരാളം വാദഗതികൾ എന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗീതയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഈശ്വരൻ പറഞ്ഞതിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ എന്താണ് അവിടെ ഈശ്വരൻ ഉദ്ദേശിക്കുന്നത്? ഭഗവാൻ തന്നെ അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്, എങ്ങനെയാണോ അഗ്നിയെ പുക മൂടിയിരിക്കുന്നത്, ഭ്രൂണത്തെ ഗർഭാശയം മൂടിയിരിക്കുന്നത്, കണ്ണാടിയെ പൊടിപടലങ്ങൾ മൂടിയിരിക്കുന്നത്, അതുപോലെ ഒട്ടും ഒഴിച്ചു മാറ്റാൻ പറ്റാത്തൊരു ആവരണം പോലെ ആത്മാവിന്റെ ഈ വികാരം, കാമവികാരം പൊതിഞ്ഞിരിക്കുകയാണ് എന്ന്. ഇവിടെ എന്റെ സംശയം, അത് ഈ 5 ദുർവികാരങ്ങളിൽ ആദ്യത്തേതായ കാമവികാരത്തിനെ കുറിച്ച് തന്നെയാണോ പറയുന്നത്, അതോ ആഗ്രഹങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ ആണോ അവിടെ ഭഗവാൻ ഉപയോഗിക്കുന്നത്? പിന്നെ ചതുർവിധ പുരുഷാർത്ഥങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട് ധർമാർത്ഥ കാമ മോക്ഷം. അവിടെ കാമം എന്ന് പറയുന്നത് നല്ലതായിട്ടാണ് പറയുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവേണ്ട ശുഭമായിട്ടുള്ള ആഗ്രഹങ്ങൾ, ധർമ്മത്തോടു കൂടി അർത്ഥം ആർജിക്കണം. പിന്നെ അതിനെ ശുഭമായിട്ടുള്ള ആഗ്രഹങ്ങൾ വെച്ചിട്ട് നമുക്ക് വളരണം. പിന്നെ അവസാനം മോക്ഷത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കണം. അപ്പോൾ ആ കാമന അല്ലെങ്കിൽ ആ കാമം എന്നുള്ളത് കാമന അല്ലെങ്കിൽ ആഗ്രഹം, ശുഭമായിട്ടുള്ള ലക്ഷ്യം എന്നതിൽ ഊന്നൽ നൽകുകയാണ്. അങ്ങനെയും ഭഗവാൻ കാമം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അതിന് പിന്നീടാണ് തോന്നുന്നത് ഒരു നെഗറ്റീവ് മീനിങ് അതിനെപ്പോഴോ വന്നതല്ലേ. ആദ്യത്തെ ഇപ്പൊ സംസ്കൃത അർത്ഥം നോക്കുമ്പോഴും അതിന് ആഗ്രഹം, ഒരു ഭാഗത്ത് ശ്രേഷ്ഠമായ ഇച്ഛ, അപ്പൊ മോക്ഷത്തിലേക്ക് വേണ്ടിയുള്ള ശ്രേഷ്ഠമായ അതും ഒരു ആഗ്രഹം ആകാമല്ലോ, ലക്ഷ്യം. പക്ഷെ ഇവിടെ ഭഗവാൻ കാമം എന്ന് പറയുന്നത് കാമവികാരത്തെ തന്നെയാണ്, ഇതിനെ വർജിക്കേണ്ടത് തന്നെയാണ്. അപ്പൊ ആ കാമം എന്നുള്ളത് നമ്മൾ ആർജിക്കേണ്ടതാണ്. ചതുർവിധ പുരുഷാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന കാമം. പുരുഷാർത്ഥം എന്ന് പറയുമ്പോൾ തന്നെ ചതുർവിധ പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്നു. ഈ പുരുഷാർത്ഥം എന്ന വാക്ക് എന്ത് അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്? അർത്ഥം എന്ന് വെച്ചാൽ സമ്പത്ത് എന്നർത്ഥം. പുരുഷൻ ആത്മാ, ആത്മാവിനുള്ള സമ്പത്ത്. ആത്മാവിന്റെ സമ്പത്ത് പുണ്യകർമ്മമാണ്. നമ്മളെല്ലാവരും വരുമ്പം വെറും കൈയോടെ വന്നത്, പോകുമ്പോൾ കൈ നിറച്ച് എടുത്തുകൊണ്ട് പോകണം. ആൾക്കാർ പരദേശത്ത് പോകുന്നത് സമ്പാദിക്കാനല്ലേ. അവിടെ പോയിട്ട് ദൂരത്തടിച്ച് ഉള്ളത് നഷ്ടപ്പെടുത്തിയിട്ട് പാപ്പരായിട്ട് വന്നാൽ എന്ന് പറഞ്ഞ പോലെ ആത്മാവ് ഈ പരദേശം, ഇത് പരലോകമാണ്. ഇഹലോകം പരലോകം എന്നൊക്കെ പറയില്ലേ. അതുപോലെ ഈ ഇഹലോകമാകുന്ന പരദേശത്തേക്ക് ആത്മാ വന്നത് കൈ നിറച്ച് പുണ്യം സമ്പാദിച്ചിട്ട് പോകാനായിട്ടാണ്. അപ്പം ഇവിടെ തോന്നിവാസം കാണിച്ച് നടന്നിട്ട് ധർമ്മം നഷ്ടപ്പെടുത്തിയാൽ പുരുഷാർത്ഥം ഉണ്ടാവില്ല. അതുകൊണ്ട് ആധ്യാത്മികമായിട്ടുള്ള സമ്പത്ത്, അത് ഗുണങ്ങൾ, ശക്തികൾ, ദിവ്യത, കലകൾ തുടങ്ങിയ പുണ്യകർമ്മങ്ങൾ, പരോപകാരപ്രദമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, നിസ്വാർത്ഥ ഭാവനയോടെ ചെയ്യുന്ന കർമ്മങ്ങൾ, ഇതാണ് സത്യത്തിൽ പുരുഷാർത്ഥം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആത്മാവിന് പുണ്യത്തിന്റെ സമ്പത്ത് കിട്ടുന്ന ഏത് കർമ്മം, അതായത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആത്മാവിന്റെ 7 ഗുണങ്ങളിൽ അതിനെ വളർത്തുന്നത് കർമ്മങ്ങൾ. ബെഞ്ചി എപ്പോഴും ഇപ്പോ വീണ്ടും ആദ്യത്തെ ദുർവികാരത്തിലേക്ക് തന്നെ നമ്മൾ വരുമ്പോൾ ഇപ്പൊ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന, കാരണം ബ്രഹ്മചര്യത്തിന്റെ മഹത്വത്തെ കുറിച്ച് ധാരാളം പേർ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടുതൽ പേരും പറഞ്ഞത് ഞങ്ങൾ ഗൃഹസ്ഥികളാണ്, അപ്പോൾ അത് വേറെ ചില ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഉള്ളതാണ്. അപ്പൊ എന്താണ് ഇവിടെ അതിന്റെ യഥാർത്ഥത്തിലുള്ള ഏത് വഴിക്കാണ് പോകേണ്ടത്? മുഴുവൻ ഇത്തരം പഞ്ചവികാരങ്ങളെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് പോകണമോ ഗൃഹസ്ഥത്തിലുള്ളവരായാൽ പോലും, അതോ ഇതിനെയൊക്കെ ഒരു ഭാഗത്ത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണോ? എന്താണ് ഇവിടെ നമുക്ക് ആശയക്കുഴപ്പമില്ലാതെ സ്വീകരിക്കാൻ പറ്റുന്ന വഴി? തീർച്ചയായിട്ടും ആത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ആധ്യാത്മിക വികാസം കൈവരിച്ച് ആത്മാവിനെ പരമാത്മാവിന് സമാനമായിട്ട് വളർത്തുക എന്നതാണ്. ഈശ്വര തത്തുല്യം ഉയരുക എന്നതാണ്.
അതിന് ഈ പഞ്ചവികാരങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ജയിക്കണം. പണ്ട് കാരണം പഞ്ചവികാരങ്ങൾ ഏറ്റവും വലിയ ശത്രുവാണ് എന്ന് എത്രയോ ഭാഗത്ത് പറയുന്നു. ഇവിടെയും ഭഗവാൻ പറയുന്നുണ്ട് ആത്മാവിന്റെ ഏറ്റവും വലിയ ശത്രു കാമവികാരമാണ് എന്ന്. അതുകൊണ്ടാണ് സന്യാസിമാരെ എന്തുകൊണ്ട് നമ്മൾ വന്ദിക്കുന്നതും അവരുടെ പാദം തൊട്ട് നമസ്കരിക്കുന്നതും ആരാധിക്കുന്നതും ഒക്കെ ബഹുമാനിക്കുന്നതും. സന്യാസിമാർക്കും ഗൃഹസ്ഥകളുടെയും ശരീരം ഒരുപോലെയാണ്, കണ്ണും മൂക്കും കൈയും കാലും ഒക്കെ അവർക്ക് നമുക്ക് ഒരുപോലെയാണ്. അവർ ബ്രഹ്മചര്യം പാലിക്കുന്നുണ്ട്. അതാണ് അവർ ഉണ്ണുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, തുണി അലക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ബാക്കി ഗൃഹസ്ഥകൾ ചെയ്യണ എല്ലാ ജോലിയും അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ വ്യത്യാസം എന്താ? പിന്നെ എന്തുകൊണ്ട് ഇവരെ ഗൃഹസ്ഥരെക്കാട്ടും ഉയർന്നവരായിട്ടുണ്ട്? ഗൃഹസ്ഥരുടെ കാലിൽ അവർ വന്ന് നമസ്കരിക്കാറില്ല. ഗൃഹസ്ഥരാണ് സന്യാസിമാരുടെ പാദത്തിൽ വീണ് നമസ്കരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവര് ബ്രഹ്മചര്യം പാലിക്കുന്നുണ്ട്. അതുകൊണ്ട് ബ്രഹ്മചര്യം തീർച്ചയായിട്ടും വന്ദിക്കത്തക്ക ഒരു ഗുണമാണ്, പൂജിക്കത്തക്ക ഒരു ഗുണമാണ്. വിദ്യാഭ്യാസ കാലത്ത് ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ തന്നെ വല്ല അഫയേഴ്സിലൊക്കെ പെട്ടുപോകുന്നത് കൊണ്ട് ഏകാഗ്രത നഷ്ടപ്പെടുവർക്ക്, ഒന്നും പഠിച്ചാൽ തലേ കയറില്ല. അതുകൊണ്ട് പഠിക്കുന്ന കാലം വരയ്ക്കും മനസ്സുകൊണ്ട് പോലും ബ്രഹ്മചര്യം പാലിക്കുന്നവർക്ക്. ഇന്നത്തെ ബെഞ്ച് പറഞ്ഞ പോലെ ഇന്നത്തെ യുവതലമുറയെ നോക്കുമ്പോൾ ആ ഒരു കാലഘട്ടം വീണ്ടും വന്നെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. കാരണം ഇതിന്റെ പ്രശ്നങ്ങള് ഇപ്പൊ ഒരുപാട് ചെറിയ കുട്ടികൾ, പ്രത്യേകിച്ച് മൊബൈലും നെറ്റും ഒക്കെ വന്നതിന് ശേഷം അതങ്ങ് കൂടി പോയിരിക്കുകയാണ്. അതുകൊണ്ട് അതുണ്ടെങ്കിൽ പിന്നെ അതേപോലെ ബഹിരാകാശ സഞ്ചാരികള്, പിന്നെ സ്പോർട്സ് പീപ്പിൾ, അവരോടൊക്കെ പറയുന്നുണ്ട് ബ്രഹ്മചര്യം പാലിക്കണം ഇത്ര കാലഘട്ടത്തിലും. അതിന് മുമ്പ് കുറച്ച് ദിവസവും ഒക്കെ പാലിക്കുമ്പോൾ അവർക്ക് നല്ല ആന്തരിക ശക്തി കിട്ടും, അവർക്കതിനെ വിജയിക്കാൻ സാധിക്കും എന്ന് പറയാറുണ്ട്. പക്ഷെ അപ്പോഴും അവിടെ അതിനെ പലപ്പോഴും എപ്പോഴും ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രം മതി. ആ ഒരു മനോഭാവം അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ, അതോ അതാണോ ശരി? കാരണം അപ്പോഴും വലിയ ആശയക്കുഴപ്പമാണ്. ഇപ്പോ ബ്രഹ്മചര്യം പാലിക്കണം എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ശരിക്കും നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു ബെഞ്ചി. ഇത് വളരെ ആഴമേറിയ ഒരു വിഷയവും കുറച്ച് കോൺട്രവേഴ്സ്യൽ ആയ ഒരു വിഷയമായതുകൊണ്ട് നമുക്ക് ഈ ചർച്ച അടുത്ത എപ്പിസോഡിലേക്ക് നീട്ടേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇന്ന് ഇത്രയും സമയം ഈ കാര്യങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോയതിന് ഹൃദയം നിറഞ്ഞ നന്ദി. ഓം ശാന്തി. ഭഗവത്ഗീത പല കാര്യങ്ങളെയും നിശിതമായി വിമർശിക്കുന്നുണ്ട്, വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം എടുക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് പിഴവുകൾ ഉണ്ടാകുന്നത്, എന്തുകൊണ്ട് ചില കാര്യങ്ങൾ ഭഗവാൻ കർശനമായി നിയന്ത്രിക്കാൻ ആവശ്യപ്പെടുന്നു. അവിടെയാണ് നമുക്ക് ജീവിതത്തിൽ ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരിക. പക്ഷേ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നമുക്കറിയണം ഏതാണ് നല്ല വഴി, ഏതാണ് എനിക്ക് ഗുണം ചെയ്യുന്നത്. ആ വ്യക്തത ഉണ്ടാക്കാൻ തന്നെയാണ് ഗീതാമൃതത്തിന്റെ ലക്ഷ്യവും. അതുകൊണ്ട് തീർച്ചയായും ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരുക. പുതിയ പുതിയ അറിവിന്റെ വാതായനങ്ങൾ നമുക്ക് മുന്നിൽ തുറക്കും. അതിനെ നമുക്ക് പ്രയോഗത്തിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ ജീവിതത്തെ ശക്തവും സുന്ദരവുമായ ഒരു അനുഭവമാക്കി ഈ കലിയുഗ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് മാറ്റാം. ചർച്ചയിൽ പങ്കെടുത്തതിന് ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളെ അറിയിക്കേണ്ട നമ്പർ 9446820448. ഇമെയിൽ ID shivjyotimedia@gmail.com. വീണ്ടും ഈ എപ്പിസോഡ് കാണുന്നതിന് സന്ദർശിക്കുക www.timevision.tv.